പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 8 അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ. ക്രിസ്മസിൻ്റെക്കുള്ള യാത്രയിൽ വചനം മാംസം ധരിക്കുന്ന ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. അമലോത്ഭവ മാതാവ് നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ അമലോത്ഭവ ചൈതന്യം ഉണ്ടാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഈ അമലോത്ഭവ ചൈതന്യം? പാപരഹിതമെന്നേ ജീവിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ഉത്ഭവ പാപത്തിന്റെ ആ തിന്മയിൽ നിന്നും, ചാബല്യങ്ങളിൽ നിന്നും, മാലിന്യങ്ങളിൽ നിന്നും എല്ലാം ദൈവപിതാവ് പരിശുദ്ധ അമ്മയെ സംരക്ഷിച്ചു. ആ സംരക്ഷിച്ചതിൻ്റെ വലിയൊരു ആഹ്വാനം 1854 ഡിസംബർ 8 9 പീയൂസ് മാർപ്പാപ്പ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ആ വിശ്വാസ പ്രഖ്യാപനത്തോടെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന്റെ ആ വലിയ അനുഗ്രഹവും ചൈതന്യവും ലോകത്തിലുള്ള എല്ലാവർക്കും നൽകുകയായിരുന്നു. അതിനുശേഷം ഈ അമലോത്ഭവത്തിന്റെ ചൈതന്യത്തെ പരിശുദ്ധ അമ്മ തന്നെ തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. 1858 ലൂർദിൽ വെച്ച് വിശുദ്ധ ബെർണദീത്ത എന്ന ആ കന്യകയ്ക്ക് തൻ്റെ ജീവിതത്തെ പ്രത്യക്ഷീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവമാകുന്നു എന്ന്. എത്ര വലിയ അനുഗ്രഹവും ചൈതന്യവുമാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുക. പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട് എങ്കിൽ തന്നെയും മാമോദീസായിലൂടെ നമുക്ക് സഭ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഉത്ഭവ പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മാറി നമ്മളെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. അതിനാൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഈ കാലഘട്ടത്തിലും പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, അങ്ങനെ ഈ കാലഘട്ടത്തിലും രക്ഷകനെ ഈ ഭൂമിയിൽ പിറവി കൊള്ളിക്കുവാനായി ഉദരങ്ങളെ തെരഞ്ഞെടുക്കുന്ന ദൈവം ഓരോ അമ്മമാരെയും മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരെയും തിരഞ്ഞെടുക്കുകയാണ് സ്വന്തം ജീവിതത്തിന്റെ മാതൃക വഴി. അതിനാൽ പരിശുദ്ധ അമ്മയെ നമുക്ക് മാതൃകയാക്കാം. അമലോത്ഭവ മാതാവിന്റെ ചൈതന്യവും അമലോത്ഭവ മാതാവിന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.